വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനാമിക. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളൊരു +1 അല്ലെങ്കിൽ +2 സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം, അതായത് നിങ്ങളുടെ വർക്ക്സ്, അതുപോലെ തന്നെ റിവിഷൻ, അന്നുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, ട്യൂഷൻ, ഹോംവർക്ക്സ്, അസൈൻമെൻറ്റ്സ്, റെക്കോർഡിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ ബാലൻസ് ചെയ്ത് എങ്ങനെയാണ് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ എ ടൈം ടേബിൾ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് +1 സ്റ്റുഡൻസിനും അതുപോലെ തന്നെ +2 സ്റ്റുഡൻസിനും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ സെറ്റപ്പാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ജനറൽ സെറ്റപ്പാണ്. ഓക്കെ, അതായത് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്ന സമയം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ചിലവർക്ക് നടന്നെത്താനുള്ള ദൂരം ഉണ്ടാവുള്ളൂ, ചിലവർക്ക് ബസ്സിലൊക്കെ ട്രാവൽ ചെയ്ത് അത്യാവശ്യം പോകേണ്ട ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ യാത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും എത്ര മണിക്കാണ് വീട്ടിലെത്തുക എന്നുള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം അത് ഓരോരുത്തരും ഓരോ ടൈമിലായിരിക്കും എത്തുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ജനറൽ ടൈം ടേബിളാണ് ഞാനിവിടെ, അല്ലെങ്കിൽ ഒരു പ്ലാനാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വീട്ടിലെത്തുന്ന സമയത്തിനനുസരിച്ച് എങ്ങനെയാണോ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈം ടേബിളിൽ വരുത്തിയിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം ടേബിൾ എന്ന് പറയുന്നത് ട്യൂഷന് പോകാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം കുറച്ച് കുട്ടികളൊന്നും ട്യൂഷന് പോകാതെ നമ്മുടെ യൂട്യൂബിലുള്ള ഓരോ എക്സാമിനർ അല്ലെങ്കിൽ സൈലം അതുപോലെയുള്ള വീഡിയോസ്, യൂട്യൂബ് വീഡിയോസിൻ്റെ ക്ലാസ്സസ് അത് മാത്രം കണ്ട് പഠിക്കുന്ന കുറേ പിള്ളേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ടൈം ടേബിൾ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലത്തെ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഞാനൊരു ജനറൽ ഐഡിയ ആണ് തന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഫ്രഷപ്പ് ആവുക, എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, അതിനുശേഷം ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ്, അതായത് നിങ്ങൾക്ക് പൊതുവേ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് അത് പഠിക്കാൻ വേണ്ടി അത്യാവശ്യം നിങ്ങൾ ഒരു 1.5 മണിക്കൂറോളം ഇരിക്കുക. അതിനുശേഷം ചെറിയൊരു ബ്രേക്ക് കാര്യങ്ങളൊക്കെ ആവാം, അതായത് നിങ്ങളുടെ ഫോൺ ടൈം, സ്ക്രീൻ ടൈം കാര്യങ്ങളൊക്കെ ആവാം. അതിനുശേഷം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ള ഹോം വർക്ക്സ്, അസൈൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തീർക്കുക. അതായത് അടുത്ത ദിവസത്തേക്ക് എന്തൊക്കെ വർക്ക്സ് ആണോ തന്നിട്ടുള്ളത് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. അതിനുശേഷം നിങ്ങൾ ഡിന്നർ കഴിക്കുക. ഡിന്നർ കഴിച്ചതിന് ശേഷം ലൈറ്റായിട്ട് അന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷം നാളത്തേക്കുള്ള കാര്യങ്ങൾ, ബാഗ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ഗോ ടു സ്ലീപ്പ്. ഇനി സ്കൂളിലെ ക്ലാസ്സസിന് പുറമേ പുറത്ത് ട്യൂഷന് പോയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ് കേട്ടോ. അപ്പോൾ 2 തരത്തിലാവാം. അതായത് സ്കൂളിൽ നിന്ന് ഡയറക്റ്റ് ട്യൂഷൻ ക്ലാസ്സസിലേക്ക് പോകുന്നവരും ഉണ്ടാവാം, അല്ല സ്കൂളിൽ വിട്ട് വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ട്യൂഷന് പോകുന്നവരും ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തിയതിന് ശേഷം മാത്രം ഈ ഒരു ടൈം ടേബിൾ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്യൂഷന് പോയി വരിക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂഷൻ ക്ലാസ്സസിൽ പോയി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിശപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ വേഗം തന്നെ ഡിന്നർ കാര്യങ്ങൾ കഴിക്കുക. നേരത്തെ തന്നെ ഡിന്നർ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സെൽഫ് സ്റ്റഡിയാണ്. അപ്പോൾ അന്ന് നിങ്ങൾ ആ ഒരു സെൽഫ് സ്റ്റഡിൻ്റെ ടൈമിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള വർക്ക് കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സ്, ഹോം വർക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർക്കാനുള്ള ആ ഒരു ടൈമാണ് അതെന്ന് പറയുന്നത്. അതിനുശേഷം ട്യൂഷൻ ക്ലാസ്സിലെടുത്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാനായിട്ടാണ് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം യു ക്യാൻ ഗോ ടു സ്ലീപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.